ഗൈസ്, അപ്പൊ ഇന്നാണ് ഗൈസ് വാലന്റൈൻസ് ഡേ. പരിപാടി എന്താ? വാലന്റൈൻസ് ഡേ ആയിട്ട് ബിസി ആയിട്ടുള്ളവർക്കായിരിക്കുമല്ലോ പ്ലാൻസ് ഉള്ളത്. അപ്പം ആ സൈഡിൽ നിന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ലോങ് ഡിസ്റ്റൻസ് അല്ലാതെ അടുത്തടുത്ത് ഇങ്ങനെ ഇരുന്ന് വാലന്റൈൻസ് ആഘോഷിക്കാൻ പോകുന്നത്. പക്ഷേ ഇത്ര ദിവസമായിട്ട് നമ്മളിട്ടില്ലേ ഷോർട്ട്, ഈ പ്രപ്പോസ് ഡേ, റോസ് ഡേ, ആ സാധനങ്ങളിലെല്ലാം ഷൂട്ടിന് ബിസി ആയതുകൊണ്ട് ഞാൻ ഇതുവരെ അവർക്ക് ഒരു സാധനം പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വീഡിയോ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ എങ്ങനെയും തീർക്കണം എന്ന രീതിയിലായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോ ഞാൻ വിചാരിച്ച് ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, ഇന്നെല്ലാം കൊടുക്കാന്ന് വിചാരിച്ചു. എല്ലാം ഒരുമിച്ച് കൊടുക്കാം. അതാണ് ഗൈസ്, ഒന്നൊന്നായിട്ട് കൊടുക്കുന്നതിനോട് ഒരുമിച്ച് അങ്ങ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ എങ്ങനെ സർപ്രൈസ് ചെയ്യും? ഐഡിയ പറ. ഞാൻ ഇത്ര വീഡിയോയിലെല്ലാം ഐഡിയ പറഞ്ഞല്ലോ, നിങ്ങൾ ഐഡിയ പറഞ്ഞു കെട്ടി കൊടുക്ക്. ഇത്ര തന്നെ അര മണിക്കൂറിൽ പരിപാടി. ഗേൾസിന് അതല്ല വേണ്ടത്. ഒരു ഗേളായ നീ പറ. എന്റെ ഐഡിയ എല്ലാം കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേ, ഈ വർഷത്തെ വാലന്റൈൻസ് ഡേ മൊത്തം തീർന്നു കേട്ടോ. ഇനി അടുത്ത വർഷത്തേക്ക് ഒന്നും കാണൂല. ഞാൻ അപ്പൊ സിമ്പിൾ ആയിട്ടൊരു സാധനം പറയട്ടാ. നമ്മള് കാറിന്റെ ഡിക്കിയിലെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് തുറന്നു കൊടുക്കാം. പാവമുള്ള എല്ലാ വീഡിയോ കണ്ടിട്ട് പഠിച്ചു വെച്ചിരിക്കണ്. തുറന്നു കൊടുക്കാന്ന്. ഓക്കെ, പെട്ടെന്ന് സെറ്റ് ചെയ്യാം. സമയം അവള് പെട്ടെന്ന് വരും. അച്ചാച്ചനെ അറിയത്തുള്ളൂ ചേച്ചിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന്. അതിനനുസരിച്ച് സാരെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ആദ്യമായിട്ടാണ് വാലന്റൈൻസ് ഡേക്ക് ചോക്ലേറ്റ് ഡാർക്ക് ഫാന്റാസ്റ്റിക്. നമുക്ക് തോന്നില്ലടാ, നമ്മൾക്ക് തോന്നില്ലടാ വാങ്ങിച്ചേരാ. ബലൂണൊന്നും പൊട്ടിയില്ല ഗൈസ്. സർപ്രൈസ് ആവും കേട്ടാ. അങ്ങനെ നമ്മള് ഫുള്ള് കാര്യം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചേച്ചിനെ വിളിക്കാം. ഓടിപ്പോ വിളിച്ചിട്ടോടാ. ഹാൻഡ്മെയ്ഡ്. ഇതാണ് ഗൈസ് ലവ്. ഇതാണ് ലവ്. പലതരം ലവുകൾ. ഉറങ്ങിയിട്ടില്ല ഇന്നലെ. ഞാനും ഉറങ്ങിയില്ല ഗൈസ്. ഇന്നലെ രാത്രി ഇരുന്നാണ് മറ്റേ വാലന്റൈൻസിന് ഇട്ട വീഡിയോ എഡിറ്റ് ചെയ്തത്. ഞാൻ 4:45 ഉറങ്ങി 9 മണിക്ക് എഴുന്നേറ്റ്. ഞാൻ 6:30 ഉറങ്ങിയിട്ട് സമയം പറഞ്ഞ് കളിക്കണ. കൊള്ളാം. നോക്കട്ടെ അകത്തൊക്കെ. അകത്ത് ചെടിയൊക്കെ ഉണ്ട്. നോക്ക്. അകത്ത് ചെടിയല്ല, അതിന്റെ ആ സാധനം കൊണ്ട്. വാലന്റൈൻസ് ഡേ എല്ലാം കഴിഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോവാം. എന്റെ ഗിഫ്റ്റ് തുറക്കണാവേ. അത്ര ബലൂൺ കിട്ടിയല്ലോ. ഓക്കെ, അടിപൊളി. തമ്പനയിലായി. എനിക്ക് ഞാൻ പറയട്ടെ, നീ എനിക്ക് റോസ് തന്നു, ചോക്ലേറ്റ് തന്നു, എല്ലാം തന്നു. ഓർമ്മ ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും തന്നാ? അപ്പൊ ഒന്ന് വേണ്ടേ? അപ്പൊ ഫസ്റ്റ് റോസ് ഡേ. ഹാപ്പി റോസ് ഡേ. അടുത്ത സാധനമാണ് ഇത്. ചോക്ലേറ്റ്. ഏത് ചോക്ലേറ്റ് ആയിരിക്കും? ഇല്ല, 5 സ്റ്റാർ. Each 5 star do nothing. ഇഷ്ടമുള്ള സാധനം കറക്റ്റ് ചോക്ലേറ്റ് സാധനമല്ല. കഷ്ടപ്പെട്ട് ഹന്നേച്ചിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാണ് മേടിച്ചത് ഞാൻ. ചോറ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്തോന്നു ചോക്ലേറ്റിന്റെ ഇതില്? 5 സ്റ്റാർ. എന്നെ പറ്റിച്ച് എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ നിറയെ എന്റെ കുറെ സ്റ്റോറീസും ഉണ്ട് ഡാർക്ക് ഫാന്റസിയിൽ.
എന്തെന്ന് പറഞ്ഞാൽ ഡാർക്ക് ഫാന്റസിയാണ് ഏറ്റവും ഇഷ്ടം. ഈ ചോക്ലേറ്റ് തന്നെ മൈൻഡിലാണ്, ബിസ്ക്കറ്റിന്റെ കാര്യം ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മറ്റേ ചോക്ലേറ്റ് തരണമെന്നല്ലല്ലോ, അങ്ങനെയാണോ? ഇല്ല. ഡാർക്ക് ഫാന്റസി അടിപൊളി, എനിക്ക് അറിയാലോ. അല്ല അതിലൊരു ചോക്ലേറ്റിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ. അല്ല എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും വാങ്ങി. ഇന്നലെ കൂടെ ഒരു ബോക്സ് വാങ്ങിച്ചു. ഇവളുടെ റൂമിൽ എപ്പോഴും ഡാർക്ക് ഫാന്റസിയുടെ ഏതെങ്കിലും മറ്റേ കുഞ്ഞ് ചെറിയ പാക്കറ്റ് ഒന്നെങ്കിലും കാണും. ഇവളുടെ ബാഗിനകത്ത് എപ്പോഴും ഓരോരോ ഡാർക്ക് ഫാന്റസി എപ്പോഴും കാണും. ആനി നമ്മൾ എന്തിനാണ് ഇവിടെ നിക്കുന്നത്? പോയാലോ നമുക്ക്? പിടിക്കാനൊക്കെ ആള് വേണ്ടത് പിടിക്ക്. ഇവിടെ ഞങ്ങള് വീട്ടുറമ്പോലെ പിടിച്ചിട്ട് നിൽക്കുന്നു. ആ ബൊക്കെ കൊണ്ട് ഓർഡറാ എന്റെ ഗേൾഫ്രണ്ടിന് കൊടുക്കാൻ. അടുത്ത് റോസ് ഡേ കഴിഞ്ഞ് ചോക്ലേറ്റ് ഡേ കഴിഞ്ഞ് അടുത്ത് നമുക്കുള്ളതാണ് ആ കിടില ചെടിയല്ലേ അത്? ക്യൂട്ടല്ലേ? രാത്രി ഒരാളൊരു കക്ക അന്നെ പോലെ ഇല്ലേ? ഊബറിൽ അവിടെ ഒരു സാധനം ഓർഡർ ചെയ്ത് തന്നില്ലേ, ഒരു ചെടി ഇങ്ങനെ ഡാൻസ് ഇവിടെ ഹാർട്ട് ഒരു പാട്ടൊക്കെ ഇപ്പോഴും എന്റെ ബെഡിലുണ്ട്, ഫുൾ ടൈം ഇത് ബെഡിൽ. അതിന്റെ കൂടെ വെക്കണം. അതിനെന്തെങ്കിലും വേണ്ടേ പേരായിട്ട്? രണ്ട് മക്കളായി. ഞാനാകുമ്പോ ഇത് കാണൂല, അതെന്തായിരിക്കും? അവ തീർന്നു. ഇനി വാലന്റൈൻസ് വേറെ എന്തൊക്കെ ഉണ്ട്? ബോക്സ് അത് സീക്രട്ടിന് അടുത്ത്. നിങ്ങൾക്ക് 3 ഡേ ഉള്ളൂ. പ്രോമിസ് ഡേ, ഹഗ് ഡേ, കിസ് ഡേ. കൈ വെച്ചിട്. സത്യം ഇന്ന് മുതൽ മറ്റേ പാണ്ഡ്യപ്പടയിൽ പറയല്ല, കുളിക്ക മാട്ടേ, കുളിക്ക മാട്ടേ, ലവ് പണ്ണ മാട്ടേ, അങ്ങനെയല്ലല്ലോ. വേറെ പൊണ്ണുങ്ങളെ പാക്ക മാട്ടേ, വേറെ പെണ്ണുങ്ങളെ പാക്ക മാട്ടേ, നോക്കി പറയേ. പാക്ക മാട്ടേ, എന്നെ നോക്കി പറ, അവനെ നോക്കി പറയണം. കല്യാണ പണ്ണ കല്യാണം പണ്ണിക്കുവേ, ഉണ്ണ മട്ടെന്താ കാതലിക്കറേ, ഉണ്ണ മട്ടുന്ന ഇത് സത്യം, ഇത് സത്യം, ഞാൻ പറയട്ടോ, മലയാളത്തിൽ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടില്ല. ഇത് സത്യം സത്യം സത്യം. അടുത്ത എനിക്കൊരു ഹഗ് കണ്ട ഇങ്ങനെ സിംഗിൾ ആയിട്ടൊക്കെ കണ്ടാൽ ഇതുപോലെ ഹഗ് ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ കമ്മിറ്റഡ് ആയി ഇതുപോലെ ഹഗ് ഒക്കെ കിട്ടും. അത് ഞങ്ങൾക്കൊരു ഡൗട്ട്. ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. പ്രപ്പോസ് ഡേ, കിസ് ഡേ, ആ കിസ് അത് അത് അടുത്ത് കിസ് തരാൻ ആണ്ട്രാവേ. ആനിയുടെ പരാജയം. എല്ലാ ഡേയും കഴിഞ്ഞു കഴിച്ചു. അല്ല ഇനി പ്രപ്പോസ് ഡേ ഉണ്ട്. പ്രപ്പോസ് ഡേ മനസ്സിലൊരു 5 ഡേയിൽ ആലോചിക്കച്ചാ. വിഴുന്ന് പോണം എന്നെ ചേച്ചി അതില്. തള്ളി തന്നെ ഓൾറെഡി വിഴുന്നായി, ഇനി എന്തൊരു വിഴുത്താ കിടക്കണം. ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ ഒരു പ്രപ്പോസൽ കൊടുത്തു, നല്ല രീതിയിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് സാധനം. അതെ, അപ്പൊ എന്താ ഡയലോഗ് പറഞ്ഞതില്? അത് പറയാൻ കൊള്ളൂ, അത് പറയാൻ കൊള്ളൂലെന്ന് എനിക്ക് അറിയാവുന്ന രീതിയിലേക്ക് അങ്ങനെ പറയാൻ പറ്റും. പറയട്ടാ, എല്ലാം അന്വേഷിനെ പറ്റിയുള്ള എല്ലാം ഞങ്ങളുടെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അതും കൂടെ കേൾക്കാൻ തന്നെ ഉണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എടി ഇഷ്ടമാന്ന് പറ, എടി പറയടി. കമ്മിറ്റഡ് ആവണ്ടായിരുന്നേ. കാല് വയ്യെന്ന് മഹിൾമതിയിൽ സാമ്രാജ്യത്തിൽ ശിവകാമി ദേവി സാക്ഷിയായി കണ്ണൂട് ഈ സാധനം ഇല്ല, ഇത് എപ്പോ എടുത്തെന്നറിയാം. ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോ അച്ചാച്ചി അന്ന് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അവിടത്തെ ഒരു ഡയമണ്ടിന്റെ ഇതിൽ അന്ന് ഞാൻ അശ്നേസിയും അച്ചാച്ചനുണ്ടായിരുന്നു. അപ്പൊ അച്ചാച്ചി പറഞ്ഞു ഞാൻ ഇത് എടുത്താലോ, അശ്നേസിയുടെ കയ്യില് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി ഞങ്ങൾ അങ്ങനെയാണ് ചൂസ് ചെയ്തെടുത്തത്. ഇത് വൺ ഓഫ് ദ വേൾഡിലെ ബെസ്റ്റ് വലിയ ഷോപ്പായിരുന്നു ഇല്ലേ ഡയമണ്ട്. ഒറിജിനൽ സാധനം എന്തോ അങ്ങനെ ചെയ്യുന്ന സാധനം എന്തോ എന്തൊക്കെയാണ്. ഞങ്ങൾ അന്ന് പോയി, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങളുടെ വാലന്റൈൻസ് ഡേ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ. നെഞ്ചിലും നെഞ്ചിലും മോടൊന്ന്
അപ്പൊ ശരി ഗൈസ് ബൈ. ഞങ്ങൾ ഒരു ഡേറ്റിന് പോയിട്ട് അങ്ങനെ നടന്നു പോയി. ഇതാ ഇത് കൂടെ കൊണ്ടോ. വാക്കിംഗ് ഡേറ്റ്.